പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് തക്ബീർ. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സലാം വീട്ടിയ ഉടനെ മറ്റ് അദ്കാറുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് നമ്മൾ തക്ബീർ ചൊല്ലലുണ്ട്. ആ തക്ബീർ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടാണ് സുന്നത്തുള്ളത്. ചെറിയ പെരുന്നാളിന് അങ്ങനെ നിസ്കാരശേഷം പ്രത്യേക തക്ബീർ സുന്നത്തില്ല. ബലിപെരുന്നാളിന് ആ സുന്നത്തുണ്ട്. അത് തുടങ്ങുന്നത് അറഫ ദിവസം, അതായത് ദുൽഹിജ്ജ 9 സുബഹി മുതൽ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങൾ ഉൾപ്പെടെ ദുൽഹജ്ജ് 13 അസർ വരെയാണ് അതിന്റെ സമയം. ആ സമയത്തുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ തക്ബീർ സുന്നത്തുണ്ട്. മയ്യിത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം വരെ ഈ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അത് വലിയ അമലാണ്, കാരണം ഇത് തക്ബീറിന്റെ മാസമാണല്ലോ. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തെ തലേന്ന് മഗ്രിബ് മുതൽ പെരുന്നാളിന്റെ അന്ന് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നത് വരെയുള്ള സമയത്ത് മുത്തലക്കൻ നിലയിൽ നിസ്കാരശേഷമാകണമെന്നില്ല, ഫുൾ ടൈം തക്ബീർ സുന്നത്തുള്ള സമയമാണ്. അതുപോലെ ദുൽഹിജ്ജ 1 മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാന നാൾ വരെ കന്നുകാലികളെ കണ്ടാലോ അതിന്റെ ശബ്ദം കേട്ടാലോ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചെയ്യൽ സുന്നത്തുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു വിഷയം കൂടിയാണല്ലോ. അങ്ങനെ 3 തരം തക്ബീറുകൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ.